നേതൃത്വത്തിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ വിശദീകരണവുമായി അടൂർ പ്രകാശ്. കുറിപ്പ് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതിനാലാണ് പിൻവലിച്ചതെന്ന് അടൂർ പ്രകാശ് പറയുന്നു. പാർട്ടിയുടെ തീരുമാനം വരാതിരുന്നതുകൊണ്ടാണ് FB പോസ്റ്റ് പിൻവലിച്ചതെന്നും പോസ്റ്റ് വീണ്ടും പങ്കുവച്ചിട്ടുണ്ടെന്നും വിശദീകരണം. കോന്നിയിലെ ജനങ്ങൾ തന്നെ ആഗ്രഹിച്ചിരുന്നെങ്കിലും ACC തീരുമാനം അംഗീകരിക്കുന്നുവെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. കോന്നിയിലെ ജനങ്ങളുമായുള്ള ആത്മബന്ധവും അവരുമായിട്ടുള്ള ഓരോ കുടുംബമായിട്ടുള്ള ബന്ധങ്ങളും അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എന്നെ വിശ്വാസത്തിലെടുത്തവരുണ്ട്. അവർക്ക് അവരുടെ മുമ്പിൽ ഞാൻ ആ FB പോസ്റ്റ് വീണ്ടും ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഇട്ടിരുന്നു. അപ്പോൾ അത് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പിൻവലിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതിനകത്ത് മറ്റ് യാതൊരു വിധത്തിലുമുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകും. ഈ പാർട്ടിയുടെ തീരുമാനങ്ങൾ വന്നില്ല എന്നുള്ളത് കൊണ്ട് ആ തീരുമാനങ്ങൾ പൂർണ്ണമായി അത് ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് അത് പിൻവലിച്ചത്. ബിനിൽ ലീല സാബുച്ചേരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, കെ സുധാകരൻ പാർട്ടിക്ക് വഴങ്ങിയതുപോലെ അടൂർ പ്രകാശും വഴങ്ങുകയാണ്. രുചീഷ്, അടൂർ പ്രകാശും പാർട്ടിക്ക് വഴങ്ങുകയാണ്. ഇന്നലെ കെ സുധാകരന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. പാർട്ടിക്കാരനാണ്, പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് നിൽക്കില്ല, പാർട്ടിക്കെതിരെ മത്സരിക്കില്ല എന്നാണ് സുധാകരൻ പറഞ്ഞതെങ്കിൽ അങ്ങനെ തന്നെയാണ്, സമാനമായ പ്രതികരണം തന്നെയാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അദ്ദേഹം ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് നേതൃത്വത്തിനെതിരായിട്ടുള്ളൊരു പോസ്റ്റ് കൂടിയായിരുന്നു. പാർട്ടി കോന്നിയിൽ മത്സരിക്കുമോ അല്ലെങ്കിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്നൊക്കെ ആ പോസ്റ്റിൽ പറയുകയും ചെയ്തതാണ്. പക്ഷേ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. അതിന് കാരണം സുധാകരൻ മത്സരിക്കും എന്ന വാർത്തകൾ, ഇളവ് നൽകുമെന്ന വാർത്തകൾ വന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ആ പോസ്റ്റ് പിൻവലിച്ചത് കാരണം അതുകൊണ്ടല്ല, ആ പാർട്ടിയുടെ ഒരു തീരുമാനം വന്നിരുന്നില്ല, മാത്രമല്ല ചില തെറ്റിദ്ധാരണകൾ, ആ തീരുമാനം വരാത്തതിനാൽ ആ പോസ്റ്റ് ഇട്ടപ്പോൾ ചില തെറ്റിദ്ധാരണ വരും, അതുകൊണ്ടാണ് ആ പോസ്റ്റ് പിൻവലിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായി വന്നിട്ടുള്ളത്. എന്തായാലും പാർട്ടിക്ക് വഴങ്ങി മുന്നോട്ട് പോകും, തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ രാത്രി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷവും കാട്ടാക്കടയിലും നെടുമങ്ങാടും അദ്ദേഹം പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സജീവമാകും. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉള്ള നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സജീവമായ പ്രവർത്തനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ കോന്നിയിലും ആ പ്രവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും കോന്നിയിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പ്രത്യേകിച്ച് കോന്നിയുമായി വളരെ വൈകാരികമായ ആത്മബന്ധമുണ്ട്, അതുകൊണ്ടാണ് അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പാർട്ടി തീരുമാനത്തിനപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല. പാർട്ടി മത്സരിക്കേണ്ട, MP മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു. ആ തീരുമാനം അംഗീകരിക്കുന്നു, AICC തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സുധാകരനുമായി സംസാരിച്ചോ എന്ന് അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ സുധാകരനുമായി സംസാരിച്ചില്ല, അരുണീയ നീക്കത്തിൽ താൻ സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. നിലവിൽ എന്തായാലും ബാധ്യത സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരുന്നു, അത് വാങ്ങിച്ചതിൽ അസ്വാഭാവികതയില്ലാതെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി വാങ്ങിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പൂർണ്ണമായും പാർട്ടിക്ക് വഴങ്ങുന്ന UDF കൺവീനറെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ശരി.